പുരുഷന്മാർ തങ്ങളുടെ പങ്കാളികളെ തലോടുമ്പോൾ ശരിയായ ശ്രദ്ധയോ കരുതലോ നൽകിയില്ലെങ്കിൽ അത് എത്രത്തോളം അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കുമെന്ന് പലപ്പോഴും അവർ തിരിച്ചറിയാറില്ല. മിക്ക പുരുഷന്മാർക്കും തുടക്കത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. വെറുതെ പരീക്ഷണങ്ങൾ നടത്തി മാത്രം ഇത് ശരിയായ രീതിയിൽ പഠിച്ചെടുക്കുക എന്നത് അവർക്ക് പ്രയാസകരമാണ്. ചെറിയൊരു വ്യത്യാസം പോലും ഇതിൽ വലിയ മാറ്റമുണ്ടാക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടി വരാറുണ്ട്. ഏത് താളമാണ്, റിഥം, എത്രത്തോളം സമ്മർദ്ദമാണ്, പ്രഷർ, നിങ്ങൾക്കിഷ്ടമെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൈകളും വിരലുകളും ചേർത്ത് പിടിക്കുക. വളരെ മൃദുവായി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക. ഓർക്കുക, വിമർശിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വിവാഹത്തിനു മുൻപ് എനിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. എങ്കിലും എത്രത്തോളം കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടായിരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആദ്യമായി, ജനനേന്ദ്രിയങ്ങളുടെ ഘടനയെക്കുറിച്ച്, ജോഗ്രഫി, ഒരു പുരുഷന് അറിവുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഉൾചുണ്ടുകൾ, ഇന്നർ ലിപ്സ്, ക്ലിറ്റോറിസ്, യോനിമുഖം, വാജിനൽ ഓപ്പനിംഗ് എന്നിവയെക്കുറിച്ച്. തുടക്കത്തിൽ പ്യൂബിക് ഭാഗവും ഉൾത്തുടകളും വൾവയുടെ പുറംചുണ്ടുകളും മൃദുവായി തലോടുന്നത് നല്ലതാണ്. ക്ലിറ്റോറിസാണ് സ്ത്രീകളിൽ ഉത്തേജനത്തിന്റെ പ്രധാന കേന്ദ്രമെങ്കിലും പല സ്ത്രീകളും അവിടെ നേരിട്ടുള്ള സ്പർശനം ആദ്യമേ ഇഷ്ടപ്പെടാറില്ല. ക്ലിറ്റോറിസിൽ സ്പർശിക്കുമ്പോൾ ആ ഭാഗം നന്നായി നനവുള്ളതാണെന്ന്, ലൂബ്രിക്കേറ്റഡ്, ഉറപ്പുവരുത്തുക. കാരണം അത് അതീവ സെൻസിറ്റീവ് ആയതിനാൽ വേഗം വേദനയുണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിറ്റോറിസിനെ മൂടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ഹുഡ്. അത് പിന്നിലേക്ക് നീക്കാം. എന്നാൽ അതിന്റെ മുൻഭാഗം പുറത്തുവന്നാൽ നേരിട്ടുള്ള സ്പർശനം അമിതമായി തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വശങ്ങളിലോ മുകളിലേക്കും താഴേക്കും മാത്രമായി തടവുക. ക്ലിറ്റോറിസിന് ചുറ്റും വട്ടത്തിൽ ചലിക്കുന്നതും ആനന്ദകരമായ അനുഭവം നൽകും. പങ്കാളി പറയുന്നതിനനുസരിച്ചും അവരുടെ സ്വയംഭോഗ രീതികൾ ശ്രദ്ധിച്ചും നിങ്ങൾക്കിത് മനസ്സിലാക്കാം. ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതുവരെ വിരൽ